ലോകരാഷ്ട്രീയത്തിന്റെ നാടി പിടിച്ചു നിർത്തുന്ന പശ്ചിമേഷ്യ. യുദ്ധത്തിന്റെ തീപ്പൊരി ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായി സമാധാനം എന്ന വാക്ക് വീണ്ടും കേൾക്കുന്നു. എന്നാൽ അത് യഥാർത്ഥ സമാധാനത്തിന്റെ സൂചനയാണോ അതോ പുതിയൊരു തന്ത്രത്തിന്റെ തുടക്കമോ? ഡൊണാൾഡ് ട്രംപ് വീണ്ടും വാർത്തകളുടെ കേന്ദ്രത്തിൽ. ഇറാനെതിരായ കടുത്ത നിലപാടുകളും കടലിടുക്കുകളിൽ സൈനിക സമ്മർദ്ദവും ആഗോള എണ്ണ വിപണിയെ പിടിച്ചുകുലുക്കിയ നീക്കങ്ങളും ഇതെല്ലാം നടത്തിയ അതേ നേതാവ് ഇപ്പോൾ സംവാദം വീണ്ടും തുടങ്ങാമെന്ന് സൂചന നൽകുന്നു. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാമെന്നാണ് ട്രംപിന്റെ പ്രസ്താവന. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ ഇസ്ലാമാബാദിൽ പുനരാരംഭിക്കുമെന്ന് സൂചന നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് നേരിട്ട് രംഗത്തെത്തിയത്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിക്കാം, കാരണം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ ഇസ്ലാമാബാദിൽ തുടരണമെന്ന് ന്യൂയോർക്ക് പോസ്റ്റുമായുള്ള അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞു. പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസീം മുനീർ മികച്ച പ്രവർത്തനം നടത്തുന്നുണ്ടെന്നും ട്രംപ് അഭിമുഖത്തിൽ വ്യക്തമാക്കി. അതേസമയം ഇസ്ലാമാബാദിൽ തന്നെ ചർച്ചകൾ നടത്തുമോ എന്നത് സംബന്ധിച്ച് കൂടുതൽ പ്രതികരണങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ചർച്ച പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഇറാന്റെ ഭാഗത്ത് നിന്നും ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല. ഇസ്ലാമാബാദിൽ നടന്ന ആദ്യ ചർച്ചയിൽ ഇറാനും US തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിൽ പുരോഗതിയുണ്ട് എന്ന് ഇരുപക്ഷവും പറഞ്ഞിരുന്നു. താൽക്കാലിക വെടിനിർത്തൽ കാലാവധി അവസാനിക്കുന്നതിന് മുൻപായി തന്നെ 2ാം ഘട്ട ചർച്ച നടക്കുമെന്നാണ് സൂചന. ആദ്യ 24 മണിക്കൂറിൽ ഒരു കപ്പലിനും US ഉപരോധം മറികടക്കാൻ സാധിച്ചില്ല എന്ന് US സൈന്യം അവകാശപ്പെട്ടിരിക്കുന്നത്. 6 ചരക്കു കപ്പലുകളെ തിരികെ അയച്ചതായും US സൈന്യം അറിയിച്ചു. ഇറാനിയൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നതും പുറത്തു പോകുന്നതുമായ കപ്പലുകളെ തടയുന്ന ദൗത്യത്തിൽ 10,000-ലധികം US നാവികർ, മറീൻ കോർപ്സ് അംഗങ്ങൾ, എയർമെൻ എന്നിവരും 1 ഡസനിലധികം യുദ്ധക്കപ്പലുകളും ഡസൻ കണക്കിന് വിമാനങ്ങളും പങ്കാളികളാണ്. ആദ്യ 24 മണിക്കൂറിനുള്ളിൽ ഒരു കപ്പലിനും US ഉപരോധം മറികടക്കാൻ കഴിഞ്ഞില്ല. കൂടാതെ 6 ചരക്ക് കപ്പലുകൾ ഒമാൻ ഉൾക്കടലിലെ ഒരു ഇറാനിയൻ തുറമുഖത്തേക്ക് തിരികെ അയച്ചു. അറേബ്യൻ ഉൾക്കടലിലെയും ഒമാൻ ഉൾക്കടലിലെയും ഇറാനിയൻ തുറമുഖങ്ങളിലും തീരപ്രദേശങ്ങളിലും പ്രവേശിക്കുന്നതോ പുറത്തു പോകുന്നതോ ആയ എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾക്കെതിരെയും ഈ ഉപരോധം നടപ്പാക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് വഴി ഇറാനിയൻ അല്ലാത്ത തുറമുഖങ്ങളിലേക്കും പുറത്തേക്കും സഞ്ചരിക്കുന്ന കപ്പലുകളെ തടയില്ല എന്ന് US സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചു. ഇതൊരു സാധാരണ നയതന്ത്ര നീക്കമല്ല, ഒരു വലിയ രാഷ്ട്രീയ കണക്കുകൂട്ടലാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് ലക്ഷ്യമിട്ട് കടുത്ത നാവിക ഉപരോധം പ്രഖ്യാപിച്ച അമേരിക്ക ഇപ്പോൾ അതേ സംഘർഷത്തിന് സംവാദം എന്ന വഴി തുറക്കാൻ ശ്രമിക്കുന്നു. ചർച്ചകൾ തകരാൻ പ്രധാന കാരണം ഇറാന്റെ ആണവ പരിപാടി തന്നെയാണ്. 20 വർഷത്തേക്ക് യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ തള്ളിയപ്പോൾ യുദ്ധത്തിന്റെ ഭീഷണി വീണ്ടും ശക്തമായി. എന്നാൽ ഇപ്പോൾ അതേ വിഷയത്തിൽ വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് അമേരിക്കയുടെ സമ്മർദ്ദ നയതന്ത്രത്തിന്റെ ഭാഗം. ഇതിൽ മറ്റൊരു നിർണായക ഘടകമാണ് പാകിസ്ഥാന്റെ ഇടപെടൽ. സൈനിക രാഷ്ട്രീയ തലങ്ങളിൽ ശക്തമായ ബന്ധങ്ങൾ ഉപയോഗിച്ച് മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ ഈ സംഘർഷത്തിൽ ഒരു പ്രധാന കളിക്കാരനായി മാറിയിരിക്കുന്നു. ട്രംപ് തന്നെ പാകിസ്ഥാന്റെ സൈനിക മേധാവിയെ പ്രശംസിച്ചതും ഈ ചർച്ചകളുടെ പിന്നിലെ പുതിയ ശക്തി സമവാക്യങ്ങൾ വ്യക്തമാക്കുകയാണ്. പക്ഷേ ചോദ്യം ഇതാണ്: ഇത് യഥാർത്ഥ സമാധാനത്തിലേക്കുള്ള വഴിയാണോ അതോ യുദ്ധത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്കുള്ള ചെറിയ ഇടവേള മാത്രം? കാരണം ട്രംപ് തന്നെ യുദ്ധം പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്ലാമാബാദിലെ ചർച്ചകൾ അതിന് ഉത്തരമാകാൻ പോകുന്നു. ലോകം മുഴുവൻ കാതോർത്തിരിക്കുന്നത് അവിടേക്കാണ്.